പക്ഷേ കെ.സി. വേണുഗോപാൽ അങ്ങനെ ആയിരുന്നില്ല ചെയ്തത്. കെ.സി. വേണുഗോപാലും തന്ത്രപരമായി ഒഴിഞ്ഞു മാറിയെങ്കിലും അവിടെയും ഒരു ഒളിയമ്പ് കൃത്യമായി കെ.സി. ഉന്നയിച്ചിരുന്നു. അതായത് KPCCയുടെ വിയോജിപ്പ് മറികടന്നുകൊണ്ടല്ലേ നിയമനം എന്നതായിരുന്നു കെ.സി. വേണുഗോപാൽ ആ ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ട് ഒഴിഞ്ഞു മാറിയ രീതി. നമുക്ക് കെ.സി. വേണുഗോപാലിന്റെ ആ പ്രതികരണം കൂടി കേട്ട ശേഷം ഡാനിലേക്ക് വരാം. അതൊന്നും ഞാനിപ്പോൾ അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. യെസ്, അതാണ്. അതായത് കെ.സി. വേണുഗോപാലിന്റെ പാർട്ടി അധികാരത്തിലിരിക്കുന്ന സർക്കാർ, അതേ പാർട്ടിയാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടത്തിയ ഒരു നിയമനത്തിൽ കൃത്യമായ അതൃപ്തി അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്നുണ്ടാകുന്നു. ഇവിടെ ഇതാ ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട അടക്കം ചോദ്യം ചോദിക്കുമ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് അതിനൊരു മറുപടി നൽകാൻ പറ്റാതെ പോവുകയാണ് ഡാൻ. ഇത് വി.ഡി. സതീശനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമല്ലേ സൃഷ്ടിക്കുന്നത്? അവിടെ സതീശന് വേണ്ടി പ്രതിരോധം തീർക്കാൻ ആരും ഉണ്ടാകുന്നില്ല എന്നുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അവിടെ അതിൽ മറ്റേ അത്ഭുതമൊന്നും ഉണ്ടാകാനില്ല. അങ്ങനെ നമ്മളതിനെ നോക്കിക്കാണുകയും വേണ്ട. അതായത് വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് ലീഗ് നേതൃത്വം അതിലെടുത്ത നിലപാട് തന്നെയാണ്. സതീശനല്ല മുഖ്യമന്ത്രി ആകുന്നതെങ്കിൽ മന്ത്രിസഭയിൽ തങ്ങൾ ഉണ്ടാകില്ല എന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഫോണിൽ ബന്ധപ്പെട്ട് അറിയിച്ച സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ നിന്ന് അങ്ങോട്ടാണ് എല്ലാ സാധ്യതകളെയും അപ്രതീക്ഷിതമാക്കിക്കൊണ്ട് വി.ഡി. സതീശൻ കൃത്യമായ എതിർപ്പുകളെ മറികടന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. അവിടെ കോൺഗ്രസ് MLA-മാരുടെ ഭൂരിപക്ഷത്തിന് പിന്തുണയുണ്ടായിരുന്നത് കെ.സി. വേണുഗോപാലാണ്. അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതായത് ഒരു മുറിവേറ്റ സിംഹത്തിൻ്റെ അവസ്ഥയായി പോയി കെ.സി. വേണുഗോപാലിന്. ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി, അല്ലെങ്കിൽ അദ്ദേഹം ഏറെ പ്രതീക്ഷിച്ചിരുന്ന അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ഏറെ പ്രതീക്ഷിച്ചിരുന്ന കേരളത്തിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു പദവി അദ്ദേഹത്തിന് നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിനിടയിലാണ് ഈ വിവാദങ്ങൾ ഉരുത്തിരിയുകയും വി.ഡി. സതീശനെ അനുകൂലിക്കാൻ മന്ത്രിസഭയിലെ തന്നെ കോൺഗ്രസ് മന്ത്രിമാർ ആരും പരസ്യമായി രംഗത്തെത്താതെ ഇരിക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കണം. കാരണം കുഞ്ഞാലിക്കുട്ടിക്ക് അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്താൻ കഴിയില്ല. അതാണ് സാഹചര്യം. അവർ മൗനമായെങ്കിലും വി.ഡി. സതീശനെ പിന്തുണയ്ക്കാൻ കഴിയുന്നത് ലീഗിൻ്റെ മന്ത്രിമാർക്ക് മാത്രമാണ്. അത് തന്നെയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കെ.സി. വേണുഗോപാലിൻ്റെ വാക്കുകളിൽ ഒരു കാര്യം വ്യക്തമാണ്. ഒരു മുഴം മുന്നേ രാഷ്ട്രീയമായി എറിഞ്ഞിരിക്കുകയാണ് കെ.സി. അതായത് ഈ കരാറുമായി മുമ്പോട്ട് പോയാൽ അത് കേരളത്തിൽ ആര് ഭരണം നടത്തണം, എന്ത് ഭരിക്കണം, എന്ത് തീരുമാനമെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് അദാനി ഗ്രൂപ്പ് ആകും എന്ന തരത്തിലേക്കാണ് അദ്ദേഹം ആ പരാമർശം നടത്തിയിരിക്കുന്നത്. BJP സംസ്ഥാനങ്ങളിൽ അങ്ങനെയായിരിക്കും, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. കേരളത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് അതിൽ വിയോജിപ്പ് അറിയിച്ചതെന്ന് കെ.സി. പറഞ്ഞു വെച്ചത് കൃത്യമായ ഒരു രാഷ്ട്രീയ സൂചനയാണ്. ഇനി ഈ തീരുമാനവുമായി മുമ്പോട്ട് പോയാൽ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാനിടയുള്ള കോളിളക്കങ്ങളിലേക്ക് കൂടിയുള്ള കൃത്യമായ ഒരു ചൂണ്ടയെറിയലായി മാറിയിരിക്കുകയാണ് കെ.സി. വേണുഗോപാലിന്റെ കഴിഞ്ഞ ദിവസത്തെ ഈ രാഷ്ട്രീയ പരാമർശം. യെസ്, എന്തു തന്നെയാണെങ്കിലും ഈ സൂചിപ്പിക്കുന്ന പോലെ, അതായത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഡാൻ പറഞ്ഞു വെച്ചത്. അല്പസമയം മുമ്പായിരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണവും നമ്മൾ ഈ വിഷയത്തിൽ കേട്ടത്. അതേസമയം അധികാരത്തിലേക്ക് എത്തിയതിനു ശേഷം കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ UDFന്റെ ഭാഗമായി പ്രതിപക്ഷത്തിരുന്ന മുസ്ലിം ലീഗ് ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ലീഗിനകത്തും ഒരു വിഭാഗത്തിന് വലിയ അതൃപ്തിയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.